മദ്യക്കുപ്പിയിൽ മദ്യം ക്യാൻസറിന് കാരണമാകുന്ന ലേബൽ ഒട്ടിക്കാൻ പോകുന്നു എന്ന വാർത്ത നിങ്ങൾ കേട്ടോ. കുറഞ്ഞത് 5 വ്യത്യസ്ത രീതികളിലെങ്കിലും പ്രവർത്തിച്ചാണ് മദ്യം ക്യാൻസറിന് കാരണമാകുന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറയട്ടെ, ഇത് എല്ലാത്തരം മദ്യത്തിനും ബാധകമാണോ എന്നല്ലേ? ഞാൻ ബിയർ മാത്രമേ കുടിക്കൂ, അല്ലെങ്കിൽ ഞാൻ വിസ്കി കുടിക്കുന്നത് കരിക്കും വെള്ളം ചേർത്തിട്ടാണ്, വോഡ്ക കഴിച്ചാൽ കുഴപ്പമുണ്ടോ? അങ്ങനെ തകരാറിലായ കോശ വളർച്ച കാരണം കോശങ്ങൾ ചിലപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങോട്ട് വളരും. ഇതിനെ തന്നെയല്ലേ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്നൊക്കെ വിളിക്കുന്നത്. എന്നാൽ മദ്യപാന ശേഷം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കരളിൽ മാത്രമല്ല അസറ്റാൽഡിഹൈഡ് കൂടുതലായി കണ്ടത്. അത് ചെറിയ അളവിൽ നമ്മുടെ മസിൽ ഗ്രോത്തിന് നല്ലതാണെങ്കിലും കൂടിയ അളവിൽ അവ DNA ഡാമേജ് ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന റിസർച്ച് കുറച്ച് പഴയതാണ്. ഇന്ന് ഞാൻ പറയുന്നത് മദ്യത്തെക്കുറിച്ചാണ്. പക്ഷെ ഇന്ന് മദ്യത്തെക്കുറിച്ച് കുറച്ച് പഴയ റിസർച്ച് എടുത്ത് പറയാനൊരു കാരണമുണ്ട്. ഒരു 5-6 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു എക്സ് മുസ്ലിമാണ്. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ഒരു ചർച്ച നയിക്കുന്നതാണ് കണ്ടത്. കൂടെ ദ ലിവർ ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ സിറിയക് അബി ഫിലിപ്പും ഉണ്ടായിരുന്നു. ഞാൻ ഈ ഡോക്ടർ സിറിയക് അബി ഫിലിപ്പിന്റെ വീഡിയോസ് സ്ഥിരമായി ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ലിവർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ പല സ്പീച്ചുകളും വളരെയധികം ഉപകാരപ്രദമായി തോന്നാറുണ്ടായിരുന്നു. ഞാൻ ഇതും കണ്ടു. അങ്ങനെ ആ കൂട്ടത്തിൽ ലിവർ ക്യാൻസറിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഹോമിയോപ്പതിയെ പഞ്ഞിക്കിടുന്ന ഒരു വീഡിയോ ആണത്. ഈ ഹോമിയോപ്പതിയെ പഞ്ഞിക്കിടുക എന്നത് ഡോക്ടർ ആരിഫ് ഹുസൈന്റെ ഒരു സ്ഥിരം സംഭവമാണ്. അത് കണ്ടപ്പോൾ ലിവർ ക്യാൻസറിൽ മദ്യത്തിന്റെ പങ്കിനെ പറ്റി ഒന്ന് എടുത്തു പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവർ അതിന്റെ പാക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും, സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. അത് വായിക്കുന്ന പലരുടെയും വിചാരം സ്മോക്ക് ചെയ്താൽ ക്യാൻസർ വരും, വെള്ളം അടിച്ചാൽ കരൾ പോകും, സ്മോക്കിംഗ് ഈസ് ഈക്വൽ ടു ക്യാൻസർ എന്നും ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈക്വൽസ് ലിവർ സിറോസിസ് എന്നാണ്. ഒന്ന് പറയട്ടെ സുഹൃത്തുക്കളെ, തീർത്തും തെറ്റാണ് ചിന്ത. അമേരിക്കയിൽ നടന്ന ഒരു റിസർച്ചിനെ ഉദ്ധരിച്ച് ഒരു കണക്ക് ഞാൻ പറയാം. അമേരിക്കയിൽ പ്രതിവർഷം ഉണ്ടാകുന്ന മൊത്തം ക്യാൻസർ രോഗികളിൽ ഏകദേശം 1 ലക്ഷം ആൾക്കാരിൽ ക്യാൻസർ വരുന്നതിന്റെ കാരണം മദ്യപാനാണത്രേ. അതിൽ തന്നെ 20,000 ആൾക്കാർ പ്രതിവർഷം ക്യാൻസർ കാരണം മരണമടയുന്നതിനും കാരണം മദ്യം തന്നെയാണ്, അല്ലെങ്കിൽ മദ്യപാനം തന്നെയാണ്. ഗവേഷകരുടെ കണ്ടെത്തലിൽ ക്യാൻസർ വരാനുള്ള പ്രധാനപ്പെട്ട 3ാമത്തെ കാരണമാണ് മദ്യപാനം. ക്യാൻസറിന്റെ ആദ്യത്തെ 2 കാരണങ്ങൾ കേൾക്കണ്ടേ? തടയാൻ പറ്റുന്ന കാരണങ്ങളിൽ 1ാമത്തേത് പുകവലി, 2ാമത്തേത് അമിതവണ്ണം. പുകയിലേക്കും അമിതവണ്ണത്തിനു ശേഷം 3ാം സ്ഥാനം നമ്മൾ പറയാൻ പോകുന്ന മദ്യപാനത്തിനാണ്. 2025 തുടക്കത്തിൽ തന്നെ US സർജൻ ജനറൽ മദ്യവും ക്യാൻസറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ഹെൽത്ത് അവയർനെസ് സ്റ്റേറ്റ്മെന്റ് ഇറക്കി. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതും പോരാഞ്ഞ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഈ ഒരു മുന്നറിയിപ്പ് ലഹരിപാനീയങ്ങളുടെ ലേബലുകളിൽ ചേർക്കണമെന്ന് ഉള്ള ഒരു ഓർഡർ കൂടി ഇറക്കി. അതാണ് നിങ്ങൾ ടൈറ്റിലിൽ അല്ലെങ്കിൽ തമ്പനയിൽ കണ്ടത്. എന്തുകൊണ്ട് US സർജൻ ജനറൽ എന്ന് നിങ്ങൾക്കറിയോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഗവൺമെന്റിന്റെ ആരോഗ്യ ഉപദേശകനും ചീഫ് മെഡിക്കൽ ഓഫീസറുമാണ് അദ്ദേഹം. ആരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും രോഗത്തിനും ഇഞ്ചുറികൾക്കും ഉള്ള സാധ്യത എങ്ങനെ കുറയ്ക്കാമെന്നും ഒക്കെയുള്ള വിവരങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ ഏറ്റവും മികച്ച ശാസ്ത്രീയ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് നൽകുക എന്നതാണ് US സർജൻ ജനറലിന്റെ ദൗത്യം. വീഡിയോ തുടങ്ങും മുമ്പ് ഒരു പരസ്യമിട്ടാലോ? പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അറിയാലോ. അതേപോലെ തന്നെയാണ് മദ്യപാനവും നിങ്ങൾക്ക് ദോഷകരമാണ്. മദ്യപാനം കാരണം ക്യാൻസർ വരും. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ വിനോദ്. UK നാഷണൽ സർവീസിൽ റിസർച്ച് നഴ്സായി ജോലി ചെയ്യാണ്. ആരോഗ്യ ഗവേഷണ രംഗത്ത് വരുന്ന പുതിയ പ്രവണതകളെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് റിസർച്ച് സ്റ്റോറീസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇത്തരം കണ്ടന്റാണ് സാധാരണ ഇവിടെ പോസ്റ്റ് ചെയ്യാറുള്ളത്. നിങ്ങൾ ഇത്തരം കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കമന്റ് പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രചോദനമാവും അത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മദ്യപാനത്തെ പറ്റി കൂടുതൽ അറിയാം. 5 വ്യത്യസ്ത രീതിയിലാണ് ആൽക്കഹോൾ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും കൂടുതൽ കുടിക്കുന്നവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൂടാതെ ജനിതകപരമായി അല്ലെങ്കിൽ പാരമ്പര്യമായി ക്യാൻസർ വരാൻ സാധ്യതയുള്ളവർക്ക് മദ്യപാനം കൂടി ഉണ്ടെങ്കിൽ ക്യാൻസറിനുള്ള സാധ്യത പല മടങ്ങ് വർദ്ധിക്കുന്നതായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിക്കുന്ന തെളിവ് പല പഠനങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. 1ാമത്തെ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മദ്യത്തിന്റെ യഥാർത്ഥ പേര് എത്തനോൾ അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോൾ ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുന്നു. എത്തനോൾ എന്ന കെമിക്കലിന്റെ ഒരു വൃത്തികെട്ട സ്വഭാവം ഞാൻ പറയാം. അതാണ് DNA മെത്തിലേഷൻ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടവർ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. DNA ഇനാക്റ്റീവ് ആക്കൽ അല്ലെങ്കിൽ ഓഫ് ആക്കി വെക്കൽ എന്നാണ് DNA മെത്തിലേഷൻ എന്ന് പറഞ്ഞ അർത്ഥം. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നമ്മുടെ ജീനുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ ജീനുകൾ ഉണ്ടാക്കിയിരിക്കുന്ന DNA എന്ന വളരെ ചെറിയൊരു തന്മാത്ര കൊണ്ടാണ്. അപ്പോൾ ആൽക്കഹോൾ
നമ്മുടെ DNA മെത്തിലേഷൻ ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ച് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിൽ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ വരാതെ നോക്കുന്ന ചില ജീനുകൾ കൂടി ഉണ്ട്. ഉദാഹരണത്തിന് എത്തനോൾ ഈ ടൈപ്പ് ജീനുകളാണ് ഇനാക്റ്റീവ് ആക്കുന്നതെങ്കിലോ പണിവള്ളിയില്ലേ. നമ്മുടെ DNA മെത്തിലേഷൻ വഴി ക്യാൻസർ വരുന്ന കാര്യം 2001 തന്നെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഇതുവരെ ക്യാൻസറിന് മദ്യമായി വേണ്ടത്ര ബന്ധിപ്പിച്ചിട്ടില്ല എന്നാണ് ചരിത്രം. പാവ പുകയില എല്ലാം ഒറ്റയ്ക്ക് ഏറ്റെടുക്കുകയായിരുന്നു ഇത്ര നാളും. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. മദ്യത്തിന്റെ ഹാങ് ഓവറിനെ പറ്റിയുള്ള എൻ്റെ ന്യൂ ഇയർ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരുന്നു. നമ്മുടെ ശരീരത്തിലെ മദ്യത്തെ വിഘടിപ്പിക്കാൻ ചില എൻസൈമുകൾ ഉണ്ട് എന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. മദ്യം ശരീരത്തിലെത്തിയാൽ ആദ്യം തന്നെ കുറച്ച് നേരത്തേക്ക് ഈ എൻസൈമുകൾ അതിനെ അസറ്റാൽഡിഹൈഡ് ആയി മാറ്റും. ഈ പറഞ്ഞ രണ്ടും, അതായത് ആൽക്കഹോളും അസറ്റാൽഡിഹൈഡും, ഈ രണ്ടും കാർസിനോജനിക് ആണ്. കാർസിനോജനിക് എന്ന് പറഞ്ഞാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാധനം എന്നാണ് അർത്ഥം. അതും പോരാഞ്ഞ് ഈ പറഞ്ഞ അസറ്റാൽഡിഹൈഡ് ഉണ്ടല്ലോ DNA മെത്തിലേഷനും കാരണമാവും. DNA മെത്തിലേഷനും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു DNA ഓഫ് ആക്കി വെക്കലാണെന്ന്, അത് ഓർമ്മ ആണെന്ന് വിചാരിക്കുന്നു. അസറ്റാൽഡിഹൈഡ് ഉണ്ടല്ലോ DNA മെത്തിലേഷൻ പ്രശ്നം മാത്രമല്ല ഉണ്ടാക്കുന്നത്, നേരിട്ട് DNA ഡാമേജ് ആക്കുകയും ചെയ്യും. ഇനി ഞാൻ പറയാൻ പോകുന്നത് DNAയുടെ ഒരു പ്രധാന ജോലിയാണ്, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ വളർച്ചയെ നിയന്ത്രിക്കുക എന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അസറ്റാൽഡിഹൈഡ് DNA തകരാറിലാക്കുമ്പോൾ അതിന്റെ ഫലമായി കോശ വളർച്ചയും തകരാറിലാവില്ലേ? സ്വാഭാവികം. അങ്ങനെ തകരാറിലായ കോശ വളർച്ച കാരണം കോശങ്ങൾ ചിലപ്പോൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ അങ്ങോട്ട് വളരും. ഈ കോശങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ വളരുന്നതിനെ തന്നെയല്ലേ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ എന്നൊക്കെ വിളിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറയുന്നതിനെ പറ്റിയിട്ട്, ആൽക്കഹോൾ നമ്മുടെ ശരീരത്തിൽ എത്തിയാൽ വിഘടിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അസറ്റാൽഡിഹൈഡ് ആണല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. സ്വാഭാവികമായും നമുക്കറിയാവുന്ന പോലെ ഇത് നടക്കുന്നത് നമ്മുടെ കരളിലാണല്ലോ. എന്നാൽ മദ്യപാന ശേഷം ടെസ്റ്റ് ചെയ്തപ്പോഴെല്ലാം കരളിൽ മാത്രമല്ല അസറ്റാൽഡിഹൈഡ് കൂടുതലായി കണ്ടത്, പിന്നെയോ നമ്മുടെ സലൈവയിലെ ഉമിനീരിലും ഈ അസറ്റാൽഡിഹൈഡ് എന്തോ ഒരു കാരണത്താൽ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ടെന്ന് റിസർച്ചേഴ്സ് കണ്ടെത്തി. അങ്ങനെ നോക്കുമ്പോൾ കരളിലെയും വായിലെയും DNA ഡാമേജ് ആകാനുള്ള സാധ്യത മറ്റ് സ്ഥലങ്ങളിലെ ഡാമേജിനേക്കാൾ കൂടുതലാണെന്ന് പറയേണ്ടി വരില്ലേ? അത് സത്യമാണ്. ഇനി മൂന്നാമത്തെ വഴി എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ എക്സസൈസിനെ പറ്റിയുള്ള വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു ഒരു ഐറ്റം ഉണ്ട്, അത് ROS എന്ന് പറയും, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, ROS. ഇത് നമ്മുടെ സെൽ മെറ്റബോളിസത്തിന്റെ ഫലമായി വരുന്ന ഒരു നാച്ചുറൽ ബൈ പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ, അതിനാണ് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ് എന്ന് പറയുന്നത്. ഇത് ചെറിയ അളവിലാണെങ്കിൽ നമ്മുടെ മസിൽ ഗ്രോത്തിന് നല്ലതാണ്, പക്ഷെ കൂടിയ അളവിലാണെങ്കിൽ അവ DNA ഡാമേജ് ഉണ്ടാക്കും. അത് കൂടാതെ ഹെവി ആയി ആൽക്കഹോൾ കഴിക്കുന്നവരിൽ അന്നനാളത്തിൽ CYP2E1 എന്ന ഒരു എൻസൈമിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. ഈ എൻസൈമാണ് നമ്മൾ DNA ഡാമേജ് ഉണ്ടാക്കുന്ന ROSന്റെ പ്രൊഡക്ഷൻ കൂടുതലാക്കുന്നത്. കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും നിങ്ങൾക്ക്, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻസൈമിന്റെ പേരൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതൊന്നും നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കാര്യം മാത്രം ഓർത്താൽ മതി, അന്നനാളത്തിലത്തെ ഒരു എൻസൈം, അതായത് നമ്മുടെ ഇസോഫാഗസിലുള്ള ഒരു എൻസൈം, അതിൻ്റെ അളവ് മുഴുക്കുടിയന്മാരിൽ കൂടുതലായിരിക്കും. അത് സ്വാഭാവികമായും ROS കൂടുതലുണ്ടാക്കും. തൽഫലമായി എന്താ ഉണ്ടാവുക? ROSന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ, DNA മ്യൂട്ടേഷൻ ഉണ്ടാക്കും. DNA മ്യൂട്ടേഷൻ ഉണ്ടാക്കിയ കോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സെല്ലുകൾ തോന്നിയമാതിരി വളരും. അങ്ങനെ അത് ക്യാൻസറായി മാറും. ഇനി ലിവറിൽ ROS കൂടുതലായി ഉണ്ടാകുമ്പോൾ അത് കരൾ വീക്കം കൂട്ടും. അങ്ങനെ സിറോസിസ് ഉണ്ടാകും. സിറോസിസ് ഉള്ളവരിൽ ലിവർ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ വഴി ഞാൻ പറയാം, എങ്ങനെയാണ് മദ്യം നമ്മളെ ക്യാൻസറിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. നമുക്കറിയാലോ, ആൻഡ്രോജൻ എന്നത് ഒരു പുരുഷ ഹോർമോണും ഇസ്ട്രോജൻ എന്നത് ഒരു സ്ത്രീ ഹോർമോണുമാണ്. അങ്ങനെയാണെങ്കിലും ഇത് രണ്ടും ആണിലും പെണ്ണിലും ഉണ്ട്, പക്ഷെ വ്യത്യസ്ത അളവിലാണെന്ന് മാത്രം. ആൽക്കഹോളിന്റെ ഒരു പ്രത്യേകത, അത് ബ്ലഡിലെ ഇസ്ട്രോജന്റെ അളവ് കൂട്ടും. ബ്ലഡിൽ കൂടിയ അളവിൽ ഇസ്ട്രോജൻ ഉണ്ടാകുന്നത് ബ്രസ്റ്റ് ക്യാൻസർ വരാൻ കാരണമാകും. വരാൻ മാത്രമല്ല കേട്ടോ, ഉള്ള ക്യാൻസർ വ്യാപിപ്പിക്കാനും നമ്മുടെ ഈ ആൽക്കഹോൾ സഹായിക്കും. ഇനി അഞ്ചാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, ആൽക്കഹോൾ ഒരു സോൾവെന്റ് ആയി പ്രവർത്തിക്കുമെന്നതാണ്. എന്തിന്റെ സോൾവെന്റാണ് നിങ്ങൾ ആലോചിക്കൂലേ? അതായത് കാർസിനോജനിക്കായ മോളിക്യൂൾസിനെ ലയിപ്പിക്കുന്ന ഒരു സോൾവെന്റ്. ഞാൻ വ്യക്തമാക്കാം, ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഫേമസ് കാർസിനോജൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടും. അതിന്റെ സോൾവെന്റ് ആണ് ഈ പറഞ്ഞ ആൽക്കഹോൾ. അതായത് പുകയിലയിലെ കാർസിനോജൻ ആൽക്കഹോളിൽ കലർന്ന് ലയിച്ച് ശരീരത്തിന്റെ വിവിധ ടിഷ്യൂകളുടെ ഉള്ളിൽ നല്ല സുഖമായിട്ട് എത്തിച്ചേരും. അങ്ങനെ അവിടുത്തെ DNA ഡാമേജ് ആക്കുന്നതിൽ ഒരു നല്ല പങ്ക് വഹിക്കുകയും ചെയ്യും. ഇതിൽപ്പെടുന്ന രണ്ട് പ്രധാന ഭാഗങ്ങളാണ് വായ, തൊണ്ട എന്നിവയിലെ DNA ഡാമേജ്. സിനിമ തുടങ്ങുമ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്നുള്ള ആട് കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിൽ വായിൽ ക്യാൻസർ വരുന്ന ഒരു ആണിനെയും പെണ്ണിനെയും കാണിക്കുന്നില്ലേ? വായൊക്കെ അതുപോലെ ആകും മദ്യം പ്ലസ് പുകയിലാണെങ്കിൽ. അതുകൊണ്ട് 2 പെഗ് കഴിച്ചു കഴിയുമ്പോൾ ഒന്നുകൂടി ഉഷാറാക്കാൻ വേണ്ടി ഓരോ പുക എടുത്തു വിടുന്നവർ
ഇപ്പോൾ തന്നെ തയ്പ്പിച്ചു വെച്ചോ നല്ലൊരു ബ്രേസിയർ. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസറുകളെല്ലാം നിങ്ങളൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ, ഞാൻ ലിവർ ക്യാൻസറിനെ പറ്റി പറഞ്ഞു, മൗത്ത് ക്യാൻസറിനെ പറ്റി പറഞ്ഞു, പിന്നെ ത്രോട്ട് ക്യാൻസറിനെ പറ്റി പറഞ്ഞു അല്ലേ. എന്നാൽ ഞാൻ കോളൻ ക്യാൻസറിനെ പറ്റി പറഞ്ഞില്ല, ശരിയല്ലേ? അതായത് കോളൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലുകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ. അത് പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയണം, ഫോളേറ്റിനെ പറ്റിയിട്ട്. നമ്മുടെ വൈറ്റമിൻ ബി കോംപ്ലക്സിലെ ഒരു ഐറ്റമാണ് ഈ ഫോളേറ്റ്. നമ്മുടെ ശരീരത്തിൽ ഫോളേറ്റിൻ്റെ അളവ് കുറയുകയാണെങ്കിൽ അത് DNA മെത്തിലേഷൻ സംഭവിപ്പിക്കും. ഫലം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ക്യാൻസർ. അതെ, ക്യാൻസർ തന്നെ. അമിത മദ്യപാനം ശീലമാക്കിയവരിൽ ഈ പറഞ്ഞ ഫോളേറ്റ് മെറ്റബോളിസം ഉണ്ടല്ലോ, അത് ശരിയായി നടക്കില്ല, അതിന്റെ കുറവുണ്ടാകും. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ, തൊണ്ട, വായ, ലിവർ എന്നിവിടങ്ങളിലൊക്കെ ക്യാൻസർ വരുത്തുന്നതിന്റെ കാരണം പഠനങ്ങളിലൂടെ ഗവേഷകർക്ക് വ്യക്തമായെങ്കിലും കുടൽ ക്യാൻസർ അഥവാ കോളൻ ക്യാൻസർ വരാൻ മദ്യം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അത്ര വ്യക്തമായിട്ടില്ല ഇതുവരെ അവർക്ക്. അവിടെയാണ് ഗവേഷകർ ഈ ഫോളേറ്റ് ഡെഫിഷ്യൻസി കൊണ്ടാവാം ഒരു പക്ഷേ ക്യാൻസർ വരുന്നതെന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയും കൂടി പറ്റി പറയേണ്ടി വരും ഞാൻ, എന്നാലേ നിങ്ങൾക്ക് മുഴുവനായി മനസ്സിലാകുള്ളൂ. 2013 നടന്നൊരു പഠനമാണ്. ഫോളേറ്റ് ലെവൽ ഭക്ഷണത്തിലൂടെ നന്നായി മെയിൻറ്റെയിൻ ചെയ്തവരും എന്നാൽ മദ്യപാനികളും ആയവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ്. ആരെക്കാൾ? ഫോളേറ്റ് ബ്ലഡിൽ കുറവുള്ള കുടിയന്മാരെക്കാൾ. അതായത് കുടിക്കുകയും അതിനോടൊപ്പം ഫോളേറ്റ് ലെവൽ നന്നായി ഭക്ഷണത്തിലൂടെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണെന്നർത്ഥം. ഒരു മിനിറ്റ്, കുടിക്കുന്നതിൻ്റെ കൂടെ ബി കോംപ്ലക്സും കൂടി കഴിക്കട്ടെ, അപ്പോൾ ഞാൻ സേഫ് അല്ലേ എന്നോട് ചോദിക്കല്ലേ? അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറിനെ കണ്ട് ചോദിക്കണം. അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. മീഡിയം രീതിയിൽ കുടിക്കുകയും കൂടെ ഹൈ ഫോളേറ്റ് ലെവൽ ഉള്ളവരിലും ഒരു പഠനം നടത്തി ഗവേഷകർ. അത് കാണിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത കുറവായിരുന്നു എന്നാണ്. അങ്ങനെയുള്ള ഒരു പഠനം ഞാൻ കണ്ടിരുന്നു. 2023 നടന്നത്. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറയട്ടെ, ഇത് എല്ലാത്തരം മദ്യത്തിനും ബാധകമാണോ ഈ ക്യാൻസർ എന്നല്ലേ? ഞാൻ ബിയർ മാത്രമേ കുടിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വിസ്കി കുടിക്കുന്ന കരിക്കുമ്പളം ചേർത്തിട്ടാണ്, പിന്നെ വോഡ്ക കുടിച്ചാൽ കുഴപ്പമുണ്ടോ, വോഡ്ക സേഫ് അല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും. ഇനി അന്നിൽ എല്ലാത്തരം ആൽക്കഹോളിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ് എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയത്. സന്തോഷമായി പറഞ്ഞേട്ടാ. കൂടുതൽ കുടിച്ചാൽ കൂടുതൽ റിസ്ക് ഉണ്ടെങ്കിലും കുറഞ്ഞ അളവിൽ റിസ്ക് ഇല്ല എന്നല്ല കേട്ടോ അതിനർത്ഥം. കുറഞ്ഞ അളവിലുള്ള കുടിയുള്ളവരിലും ചിലതരം ബ്രസ്റ്റ് ക്യാൻസർ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ഒക്കെ വരാനുള്ള റിസ്ക് കൂടുതലാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ ആൽക്കഹോളിന്റെ കാര്യത്തിൽ സേഫ് ഡോസ് എന്നൊന്നുമില്ല. പിന്നെ കുടിക്കുന്നവരിൽ ഏതളവിലാണെങ്കിലും ക്യാൻസർ വന്നിരിക്കും എന്ന് ഉറപ്പിച്ച് പറയാനും പറ്റില്ല. അത് മറ്റ് പല ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ ജനിതകം, അതായത് നിങ്ങളുടെ പാരമ്പര്യം, ജീവിത രീതി, പുകവലി, ഭക്ഷണക്രമം, വ്യായാമം, അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ഒരു കാര്യം ഗവേഷകർ ഉറപ്പിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുടി കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഈ പറഞ്ഞതെല്ലാം ചില പഠനങ്ങളാണ് കേട്ടോ. ഇത് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ മദ്യപാനം മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്താൽ അവർക്ക് തീർച്ചയായും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇതാണ് എനിക്ക് ഏറ്റവും അടിവരയായിട്ട് പറയാനുള്ളത്. അപ്പോൾ എങ്ങനെ, വൈകിട്ട് എന്താ പരിപാടി? വീഡിയോ കണ്ടതിന് നന്ദി. വീണ്ടും കാണാം.